നികുതി ഇളവ് നൽകി വിദേശ മദ്യം വിൽക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ തീരുമാനം കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കും. വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു. നികുതി ഇളവ് നൽകി വിദേശ മദ്യം വിൽക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ആവശ്യപ്പെട്ടു. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ തീരുമാനം കള്ളുചെത്ത് വ്യവസായത്തെ തകർക്കുന്നതും സർക്കാരിന്റെ വരുമാനം നഷ്ടപ്പെടുത്തുന്നതുമാണ്. വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും ഇലക്ഷൻ സമയത്ത് UDF നൽകിയ സാമ്പത്തിക സഹായത്തിനുള്ള ഉപഹാരമാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വ്യവസായം പുതിയ രൂപത്തിലാണെങ്കിലും നടന്നു വരികയും ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ജീവിത മാർഗമായി സ്വീകരിച്ചു വരുന്നു. ഇനി ഇതിനെ ഒന്ന് ആധുനികവൽക്കരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. അതെങ്ങനെ നടക്കുമെന്നുള്ള നല്ല പഠനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലൊന്നുള്ള പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സർക്കാരല്ല കേരളത്തിന്. സർക്കാർ വന്നപ്പോൾ തന്നെ അതിൻ്റെ നിലപാട് മനസ്സിലായി. വൻകിട മദ്യ ഉൽപാദക കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കമ്പോളമാക്കി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് ലാഭം കൊയ്തെടുക്കുന്നതിന് വേണ്ടി ഇളവുകൾ ആഴ്ചയിൽ മറ്റ് നമുക്ക് ലഭിക്കേണ്ട 100-300 കോടി രൂപ ഇളവ് വരുത്തി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ചിലവായി 24 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടി വന്നാൽ അതിനും കൂടിയുള്ള ധനസമാഗമ മാർഗമാക്കിയെല്ലാം ഇതിനെ കൊണ്ടുപോകുമ്പോൾ പാവപ്പെട്ട പരമ്പരാഗത വ്യവസായത്തെ തൊഴിലാളികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ ആരും കഴിയുന്നില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഈ പരമ്പരാഗത വ്യവസായ മേഖല ആയതുകൊണ്ട് ഇതിനെ കൈവിടാൻ നമ്മൾ തയ്യാറല്ല എന്ന നിലയിൽ ഈ വ്യവസായത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ് വേണ്ടത്. PB സത്യദേവൻ, P. സദാനന്ദൻ, അജയകുമാർ, രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.